ഇതാണ് കേട്ടോ കേശവർദ്ധിനി. ഇത് തലമുടി നരക്കില്ലെന്നാട്ടോ പറയുന്നത്. എത്ര പ്രായമായാലും ഇത് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ തലമുടി നരക്കത്തില്ലെന്നാട്ടോ പറയണത്. ഇത് മുടി വളരാനൊക്കെ ആയിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ചെടി കൂടിയാണ്. നമുക്ക് മുടിക്ക് നല്ല കറുപ്പും കിട്ടും, മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി നല്ല രീതിയിൽ ഉള്ളോട് കൂടിയിട്ട് വളരാനൊക്കെ ആയിട്ടും വളരെ നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് ഇത്. നമുക്കിത് താളിയായിട്ട് തലയിൽ തേക്കാം. ഇത് മിക്ക റോഡരികത്തും ഈ തോടിൻ്റെ ഇറമ്പിലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഇല ഇങ്ങനെ ഞെരടി മണക്കുമ്പം നല്ലൊരു മാങ്ങയുടെ മണമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഇലയുടെ അരികു കണ്ടോ, ഒരു ഇങ്ങനെ ഈ ചിരവപ്പല്ലിൻ്റെ ഒക്കെ ഒരു ഇതുപോലെയാണ് ആകൃതി കണ്ടോ ഇതിന്. കണ്ടില്ല, ഒരു തേങ്ങയുടെ ചിരവയുടെ ഒക്കെ ഒരു ആകൃതിയാണ് ഇതിൻ്റെ ഇലയ്ക്ക്. പല്ലിൻ്റെ ഒക്കെ ഇതുപോലെ തന്നെ. അതിനകത്ത് നിറച്ച് വയലറ്റ് കളർ പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ്. സൺഫ്ലവർ പോലത്തെ എൻ്റെ കുഞ്ഞ് പൂവുണ്ടാവണേ, നല്ല വയലറ്റ് പൂവ്. അപ്പോൾ ഇത് നിറച്ച് നമുക്ക് മുറ്റത്ത് വേണമെങ്കിൽ ഒരു ഇത്തിരി ഒരു വിത്ത് കൊണ്ടുവന്ന് പാവിയിട്ടുണ്ടെങ്കിൽ മുറ്റം മൊത്തം അങ്ങനെ പടർന്ന് പിടിക്കും. മുറ്റത്ത് നല്ലൊരു പൂച്ചെടിയായിട്ട് വളർത്തുകയും ചെയ്യാം. തലമുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട്, മുടി വളരാനൊക്കെ ആയിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാം. അതല്ല താളിയായിട്ട് തലയിലും തേക്കാം. അപ്പോൾ ഇത് താരം മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഇത് ഒരുപാട് ഹെയർ ഓയിലുകളിലൊക്കെ എണ്ണ കാച്ചാനായിട്ട് വൈദ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ താളിയായിട്ട് ഞാൻ തേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മുടി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വളരും. അപ്പം ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 2-3 ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയുടെ ഇല ഉണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ ഇല എടുക്കാം കേട്ടോ. ഇത് ബാക്കി നമ്മുടെ ഈ ഒരു കേശവർദ്ധനയുടെ ചെടി കൂടെ കുറച്ച് 2 തണ്ടും കൂടി പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, മുടി കൊഴിച്ചിലും മാറും കേട്ടോ. കുറച്ചൊരു 1/2 കപ്പ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു സവാളയുടെ ഒരു ഹാഫ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ 2-3 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നീർക്കെട്ടും വീഴത്തില്ല. അപ്പോൾ അതായത് ഞാനിപ്പോൾ 2 അല്ലി ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞ് അതുകൂടെ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുളിക്കാൻ നമ്മൾ ഒരു തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഷാമ്പൂവിന് പകരമായിട്ട് ഹെയർ കണ്ടീഷണറായിട്ട് ഇത് ഉപയോഗിക്കാം. തലയിൽ അഴുക്കും പോവും, മുടി വളരെ നല്ലതാണ്. അത് മാത്രമല്ല ഈ ഇലയ്ക്കൊരു മാങ്ങയുടെ ഒക്കെ ഒരു മണം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു മണവും കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട്, വെള്ളമല്ല കഞ്ഞിവെള്ളമോ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചങ്ങ് എടുക്കാം. എന്നിട്ട് നല്ല ഒരു തുളയൊക്കെ ഇച്ചിരി വലിയൊരു അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് അരിച്ചങ്ങ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇല തളയാതിരിക്കും. 1-2 തവണ നിങ്ങളിത് അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇങ്ങനെ പൊടിയൊന്നും നമുക്ക് തലയിൽ കൂടെ തടഞ്ഞ് ഇരിക്കത്തില്ല. അപ്പം കുട്ടികളൊക്കെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഇത് ഈ ഒരു ചെടി നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം കിട്ടുവാണെങ്കിൽ നട്ട് പിടിപ്പിച്ചിട്ട് ഇതുപോലൊക്കെ താളി ഉണ്ടാക്കി തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ഒരു സ്ട്രൈറ്റായിട്ട് കിടക്കുകയും ചെയ്യും. മുടിക്ക് നല്ല കറുപ്പും കിട്ടും. ഈ പ്രായം ആവുന്നതിനൊക്കെ മുൻപ് മുടി നരക്കത്തില്ലേ, അപ്പം അങ്ങനെയുള്ളവർക്ക് അകാലനര മാറാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറ്റാർവാഴയോ അതുപോലെ ചുവന്നുള്ളി ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇലയും കൂടി ചതച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചിയിട്ട് തലയിൽ തേച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല മുടിക്ക് നല്ല തിളക്കവും കിട്ടും, ഉള്ളും കിട്ടും. അപ്പം ഇത്ര ഒന്നും വേണ്ട, നമുക്കൊരു ആവശ്യത്തിന് കുറച്ച് വീതമൊക്കെ ഒന്ന് താളിയാക്കിയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ മതി. എന്നിട്ട് നമുക്ക് തലയിൽ തേച്ചങ്ങോട്ട് നമ്മൾ ഷാമ്പൂ ഇട്ട് തല എങ്ങനെ കഴുകുന്നു അതുപോലെ തേച്ച് വരുമ്പോൾ കഴിയാൻ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുപോലെ ടിപ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം കേട്ടോ.